വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് മതിലകം സെന്റ് ജോസഫ് HSS സ്കൂളിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ജോജി ജോസഫ്. ഞാൻ മതിലകം സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മാസ്റ്ററാണ്. SSLCക്ക് ഞങ്ങൾക്ക് ഈ വർഷം 585 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 584 കുട്ടികളും വിജയിച്ചു. 53 പേർക്ക് ഫുൾ A+ നേടാൻ സാധിച്ചു. 9 A+ 19 കുട്ടികളാണ് വാങ്ങിയത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സ്കൂളായിരുന്നു ഞങ്ങളുടെ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയും ഏറ്റവും നല്ല വിജയ ശതമാനം നേടുകയും ചെയ്ത സ്കൂളാണ്. 99.83 ഞങ്ങളുടെ റിസൾട്ട്. ഈ അക്കാദമിക് കാര്യങ്ങളിൽ മാത്രമല്ല, കലോത്സവത്തിലും കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂർ വെച്ചാണ് നടന്നത്. സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളായിരുന്നു സെൻറ്റ് ജോസഫ്സ്. തൃശ്ശൂർ ജില്ലാ കലോത്സവത്തിൽ ടോപ്പ് ഞങ്ങളായിരുന്നു, 1ാം സ്ഥാനമായിരുന്നു പോയിന്റ് വൈസ്. പിന്നെ ഉപജില്ലയിൽ കുറേ വർഷങ്ങളായിട്ട് സെൻറ്റ് ജോസഫ്സ് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഉപജില്ലാ ശാസ്ത്രമേളയിലും സെൻറ്റ് ജോസഫ്സ് തന്നെയാണ് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത്, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ. അതുപോലെ തന്നെ കായികമേളയിലും അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും നമ്മുടെ കുട്ടികൾ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PTA-യും MPTA-യും സ്റ്റാഫും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, വളരെ നല്ല പിന്തുണയാണ് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളും അതുപോലെ തന്നെ നല്ല ഒരു പ്രകടനം എല്ലാ മേഖലകളിലും കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം അങ്ങനെ നല്ലൊരു വിജയത്തിൻ്റെ വർഷമായിരുന്നു. 2 കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ സ്പോർട്സിൽ 2 കുട്ടികൾ സംസ്ഥാന തലത്തിൽ, ഒരു കുട്ടി മുഹമ്മദ് നാഫി, അവൻ സംസ്ഥാന ഡിസ്കസ് ത്രോയിലും ഷോട്ട് പുട്ടിലും ഗോൾഡ് മെഡൽ നേടി. അതുപോലെ തന്നെ വോളിബോളിൽ ശ്രീഹരി CT, അവൻ സംസ്ഥാന വോളിബോൾ ടീമിൽ കളിച്ചു. അത് നാഷണലിലും പോയി കളിച്ചിരുന്നു. പിന്നെ നമുക്ക് ശാസ്ത്രമേളയിൽ, സംസ്ഥാന ശാസ്ത്രമേളയിൽ തേജസ് പ്രസാദ് എന്ന കുട്ടി ഗണിത പസിൽ മത്സരത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടുകയുണ്ടായി. അങ്ങനെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ 2025-26. ഈ വർഷവും ഞങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മതിലകം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് ഞാൻ. 2010 നമ്മുടെ വിദ്യാലയത്തിന് +2 അനുവദിച്ച് കിട്ടിയത്. അന്നു മുതൽ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. നല്ലൊരു PTA, നല്ലൊരു മാനേജ്മെൻറ്റ്, നല്ല രക്ഷാകർത്താക്കൾ, നല്ല വിദ്യാലയ അന്തരീക്ഷം, ഈ കൂട്ടായ്മയാണ് ഞങ്ങളെ എപ്പോഴും മികച്ച വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ 4 ബാച്ചുകളിലായി 480 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. +2 ബയോസയൻസ്, +2 കമ്പ്യൂട്ടർ സയൻസ്, +2 ഹ്യൂമാനിറ്റീസ്, +2 കൊമേഴ്സ് എന്നീ വിഭാഗങ്ങളിലായി കഴിഞ്ഞ വർഷം 23 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. 13 വിദ്യാർത്ഥികൾക്ക് 5 A+ ലഭിക്കുകയുണ്ടായി. പഠനരംഗത്തും പാഠ്യേതര രംഗത്തും ഇവിടുത്തെ മിടുക്കർ വലിയ മികവ് പ്രദർശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാന യുവജനോത്സവത്തിൽ ആൽവിൻ ആൻ്റണി, ശ്രദ്ധ ബിൻസ്, ശ്രീനന്ദ, ഇംതിയാസ് എന്നീ വിദ്യാർത്ഥികൾ വളരെ വലിയ മികവ് പ്രദർശിപ്പിക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളിലും വർക്ക് എക്സ്പീരിയൻസിലും മറ്റു മത്സരങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ മികവ് പുലർത്തുന്നു. ഒരു വിദ്യാലയം എന്ന നിലയിൽ നല്ലൊരു സ്നേഹ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇവിടുത്തെ അധ്യാപകർ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ വിദ്യാലയത്തിലെ ഹ്യൂമാനിറ്റീസ് ബാച്ച്
ഒരു റയർ സ്ട്രീമാണ്. സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളാണ് ഈ ഹ്യൂമാനിറ്റീസ് ബാച്ചിലുള്ളത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് രശ്മി. മതിലകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപികയാണ്. അപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഒരു ഉന്നത വിജയം തന്നെ കിട്ടി. അവരുടെ നല്ല പ്രയത്നം കൊണ്ടും മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം PTA സഹകരണത്തോടെ നല്ലൊരു വിജയം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് സംശയങ്ങളുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആയതിൻ്റെ വെളിച്ചത്തിൽ ടീച്ചർമാരുടെ നല്ലൊരു സഹകരണം കിട്ടിയതുകൊണ്ട് എല്ലാ മക്കൾക്കും നല്ലൊരു വിജയശതമാനം ഉറപ്പാക്കാനായിട്ട് ഇവിടെ സാധിച്ചു. കുറേ പേർക്ക് തന്നെ ഫുൾ A+ വാങ്ങാനായിട്ടൊക്കെ സാധിച്ചു. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. നന്ദി. എൻ്റെ പേര് റഹിയാനത്ത് അൻസാരി. ഞാനിവിടെ മതിലകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ MPTA പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഇവിടെ തീരദേശ മേഖലയിൽ നിന്നടക്കമുള്ള പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പഠിക്കാനായിട്ട് വരുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, PTA, MPTA എല്ലാവരും ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നമ്മളുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ചുറ്റുപാടുകളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് അവർ ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, അവർക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ എല്ലാ രീതിയിലും കലാകായികമായ രീതിയിലും വിദ്യാഭ്യാസപരമായും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളുടെ മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മളുടെ അധ്യാപകരും അതിനൊപ്പം തന്നെ നിന്നിട്ട് എത്ര വേണമെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ അവരും തയ്യാറാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സെയിന്റ് ജോസഫ് മതിലകം HS ഇത്തവണത്തെ SSLC ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് അവരൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ആദർശ് P. സുരേഷ്. എൻ്റെ പേര് മുഹമ്മദ് ഷാഹിദ്. സുധീർത്ത് നിധി. അപ്പോൾ ഇത്തവണ നമ്മുടെ പരീക്ഷയുടെ പാറ്റേൺ, ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നമുക്കൊരു 54ഓളം ഫുൾ A+ നമുക്ക് നേടാനായിട്ട് സാധിച്ചു അല്ലെ. അപ്പൊ അതിന്റെ പിന്നിൽ നമ്മുടെ അധ്യാപകരുടെ ഒരു കൈയുണ്ട് അല്ലെ. അധ്യാപകരുടെ ആ പ്രയത്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ടീച്ചർമാരും സാറുമാരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെയും പോഷൻ കഴിഞ്ഞിട്ട് റിവിഷനും സഹായിക്കാനും ഒക്കെ എടുത്തുണ്ടായി. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ചില കുട്ടികളെ ഇത്രയും കോതിരുത്തിയിട്ട് പഠിപ്പിച്ചെടുത്തു. അധ്യാപകർ നല്ലോണം സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ പഠിക്കാൻ. അധ്യാപകര് നന്നായിട്ട് സഹകരിച്ചു എന്ന് പറയണം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ പിന്നിൽ എപ്പോഴും അവർ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ പേരൻസിനെ പറ്റിയിട്ട് എന്താണ് ഈ ഒരു നിമിഷത്തിൽ ഓർത്തെടുക്കാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാലത്ത് എനിക്ക് വരുമ്പോൾ തൊട്ട് എനിക്ക് ഫുഡ് പാക്ക് ചെയ്ത് തരുന്നത്, എന്താ പറയാ, എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും എൻ്റെ പേരൻസ് ഒക്കെ തന്നെയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അങ്ങനെ അത്രയും നല്ലൊരു പേരൻസിനെ കിട്ടി, അവർക്ക് എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റി. അതന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഇത്ര നാള് പഠിച്ചതിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് 10ാം ക്ലാസ്സിലേക്ക്. ഇനി മുകളിലേക്ക് നമുക്ക് പഠിച്ച് ഉയരാനുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു പടി എന്ന നിലയിൽ SSLC നമ്മൾ എഴുതി, നമുക്ക് അതിൽ ഫുൾ A+ ലഭിച്ചു. ഇനി ഏത് മേഖലയ്ക്ക് പോകാനാണ് താല്പര്യമുള്ളത്? എനിക്കൊരു അക്കൗണ്ടിങ്ങിന്റെ മേഖലയ്ക്കാണ് പോകാൻ താല്പര്യം. സയൻസ് എടുത്തിട്ട് അങ്ങനെ പഠിക്കാനാ താല്പര്യം. അപ്പൊ നമ്മുടെ കുട്ടികൾ ഹാപ്പിയാണ്, നമ്മളും ഒപ്പം ഹാപ്പി തന്നെയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും കാണാം. എൻ്റെ പേര് അനുഗ്രഹ. ഞാൻ ഈ വർഷം സെന്റ് ജോസഫിന്ന് ഫുൾ A+ നേടി പാസ്സായ വിദ്യാർത്ഥിയാണ്. സ്കൂളിന്റെ ഭാഗത്തുനിന്നും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. എൻ്റെ പേര് ഹിബ ഫാത്തിമ. ഞാൻ സെന്റ് ജോസഫിന്ന് ഫുൾ A+ നേടിയ വിദ്യാർത്ഥിയാണ്. ഇപ്രാവശ്യം ഞങ്ങളുടെ സിലബസ് ഒക്കെ മാറി പുതിയ സിലബസ് ആയിരുന്നു. അതായത് നല്ല ടഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ടീച്ചർമാരും എല്ലാ വിഷയത്തിന്റെ ടീച്ചർമാരും അതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിച്ചെന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ ഇരിക്കുന്നൊന്നും അറിഞ്ഞൂടല്ല. പക്ഷെ ടീച്ചർമാരൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ നേടാൻ കഴിഞ്ഞത് തന്നെ. സെയിന്റ് ജോസഫ് മതിലകം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഇത്തവണത്തെ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കൊന്ന് അവരെ പരിചയപ്പെടാം.
ഇംതിയാസ് ഖാൻ, നസ്മുൽ, രമിത്തൽ കുമാർ, ആകാശ് ചന്ദ്രൻ, അഭയ് കൃഷ്ണ. അപ്പൊ ഇത്തവണ നമ്മുടെ +2 പരീക്ഷയിൽ ഉന്നത വിജയം നമുക്ക് നേടാനായിട്ട് സാധിച്ചു. ഒരു ഏകദേശം 26ഓളം ഫുൾ A+ നമ്മുടെ സ്കൂളിലുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പാർട്ടായിട്ടുള്ളത് നമ്മുടെ അധ്യാപകർ തന്നെയായിരിക്കും. അപ്പൊ അധ്യാപകരുടെ ആ ഒരു പ്രയത്നത്തെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ലോണം പഠിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻ തരാനും പിന്നെ ഒരു പ്ലാനിങ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരുടെ. നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരുപോലെ തന്നെ കൃത്യമായിട്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി പോയാലേ നമുക്ക് എന്തായാലും ഫുൾ A+ നേടാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ അത്തരത്തില് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ടായിരുന്ന പഠനമൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നപ്പോൾ തന്നെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് ടൈം ടേബിൾ വെച്ച് പഠിക്കണം എന്നൊക്കെ. അപ്പൊ ആ റൊട്ടീൻ തന്നെ പോയിരുന്നു. ഇങ്ങനെ ഒരു വിജയം ലഭിച്ചപ്പോ നമ്മുടെ പേരൻസിന്റെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? എന്തായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അവരുടെ ആ റിയാക്ഷൻ കാണാനായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? അവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട്, പിന്നെ ഒരു അഭിമാനം ഉണ്ടാവില്ല. അതാണ് എന്റെ മോൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇനി ഏതൊരു മേഖലയ്ക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്? എനിക്കിനി കൊമേഴ്സ് ബിസിനസ് ആയിട്ട് പോകാൻ തന്നെ താല്പര്യം. ഈ 2 വർഷ കാലയളവിൽ ഇപ്പോ ഫസ്റ്റ് ഇയറിൽ ഫുൾ A+ ഉണ്ടായിരുന്ന? ഫസ്റ്റ് ഇയറിൽ 3A+3A ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നിട്ട് നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത്യാവശ്യം എഫോർട്ടൊക്കെ ഇട്ടിട്ട് പഠിച്ചത്. പിന്നെ സ്റ്റേജ് കലോത്സവത്തിന് പോയി ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കലാ കായിക മേഖലയിലും നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? കലാ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കൂള് ഇവിടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ്. ഇവിടെ ടീച്ചർമാർ രാപ്പകലില്ലാണ്ട് ഒരു ഗ്രൂപ്പായിട്ട് അതിനുവേണ്ട കഷ്ടപ്പാടുകളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. അത് നമുക്ക് ക്ലാസ് ഇരുന്നാലും കാണാൻ പറ്റും. ഇവിടെ ടീച്ചർമാരും ആയാലും കുട്ടികളായാലും അടിപൊളിയായിട്ട് തന്നെ. അപ്പോ കലാ കായിക മേഖലയിലും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ മതിലകം സ്കൂള് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു മികച്ച സ്കൂളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് ഹസ്ന ഫാത്തിമ. ഞാൻ 2024-26 സെൻറ്റ് ജോസഫ് HSS മതിലകം കോമേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. എന്താ പറയുക, +2 ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തടൊപ്പം ഞാൻ കുറേ സ്കൂളിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് +1 അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ വേറെ ഏത് സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ട് വാശി പിടിച്ച് തന്നെ വന്നതാണ്. അങ്ങനെ പിന്നെന്താ, പാരൻസിൻ്റെ സപ്പോർട്ടും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് എല്ലാവരും ഓരോരോ സ്ഥാനങ്ങൾക്ക് എത്തണത് തന്നെ. എന്താ, എനിക്ക് സാധാരണ ടാലൻ്റ് ഉണ്ടെന്ന് അറിയണ തന്നെ നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ അതിനെപ്പറ്റി നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ഹിഡൻ ടാലൻസ് ഒക്കെ നമ്മുടെ ബാച്ച് ചെയ്താന്നോ അങ്ങനെ ഒന്നും നോക്കാതെ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യണ ഒരു സ്കൂളാണ് സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്നത്. ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയണം തോന്നിയേക്കണേ. എല്ലാവരും പറയും കൊമേഴ്സ് ഈസി അല്ലേ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് പഠിക്കുമ്പോൾ അത് ഹാർഡാണ്. എനിക്ക് ഈസിയാക്കി തരാൻ മെയിൻ റീസൺ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് സേവിയർ സാറ്, ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. നമ്മളുടെ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടാൽ നമ്മൾ 10 ദിവസം നമ്മളെ സ്കൂൾ ഫുൾ അഡ്വൈസ് ചെയ്ത് നമ്മളെ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ നമ്മുടെ ടോപ്പ് പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ഒരു സാറാണ് പ്രിൻസിപ്പൽ സാർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇയറിൽ സ്കൂൾ ടോപ്പർ ആവാൻ പറ്റിയാലും ഞാൻ നല്ല ഹാപ്പിയാണ്. ഹലോ, എൻ്റെ പേര് ഫൈഹ. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് 2024-26 ആണ്. സ്കൂൾ ടോപ്പർ പൊസിഷനിൽ നിന്ന് 1 മാർക്കിനാണ് മിസ്സായത്. പിന്നെ ഫുൾ A+ ഉണ്ട്. +1 എനിക്ക് 3 മാർക്കാണ് ടോട്ടലിൽ നിന്ന് പോയിട്ടുള്ളത്. +2 അപ്പോൾ എക്സാമിൻ്റെ കുറച്ച് ടഫ്നെസ്സും ബാക്കി റീസൺസും കൊണ്ട് കുറച്ച് മാർക്ക് മിസ്സായി 20 മാർക്സാണ് പോയത്. ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ടീച്ചേഴ്സിനോടാണ്. പിന്നെ കോംപ്രിഹാൻഡ് ചെയ്യാനും ഒരുപാട് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടാലൻറ്റ് മനസ്സിലാക്കാൻ നേരത്തെ ഹസ്ന പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ള ടാലൻ്റ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇതുണ്ട് എന്നൊക്കെ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പയും ഉമ്മയാണ്, സിസ്റ്റേഴ്സും ഉണ്ട്. കൂടുതലും ഞാൻ ഡൗൺ ആയി പോയ മൊമെന്റ്സിലൊക്കെ അവരാണ് എന്നോട് നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ്.
അപ്പം ഇനിയും മുന്നോട്ടും ആ സപ്പോർട്ടും മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇനി മുന്നോട്ടേക്ക് എനിക്കത് വേണം. ഇപ്പം +2 കഴിഞ്ഞു, പക്ഷേ ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മുടെ മെയിൻ ടേണിംഗ് പോയിന്റ്. അപ്പം അതിലും ഒരു ഫുൾ സപ്പോർട്ട് ഞാൻ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്, അതെനിക്ക് വേണം. ഹലോ, എൻ്റെ പേര് അമിക. എനിക്ക് ഫുൾ A+ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സ്കൂള് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെയൊക്കെ വന്നോടുകൂടി ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ സ്റ്റുഡൻസ് ആയാലും എൻ്റെ ഒരു പുതിയൊരു ന്യൂ ഫേസ് കണ്ടെത്താൻ സഹായിച്ചത് സെൻറ് ജോസഫ് HSS ആണ്. അതിന് ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നു ഇവിടുത്തെ ടീച്ചേഴ്സിനോടായാലും സ്റ്റുഡൻസിനോടായാലും പ്രിൻസിപ്പൽ സാറായാലും. നമ്മളുടെ എന്ത് കാര്യത്തിനും ഇവർ സപ്പോർട്ട് ചെയ്യും. നമുക്കിപ്പോൾ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് ടീച്ചേഴ്സ് ഓക്കെ അല്ലേ, എന്താണ് വേണ്ടത്, സപ്പോർട്ട് എന്താ വേണ്ടത്, അതിപ്പോൾ എന്ത് ഇഷ്യൂ ആയാലും ടീച്ചേഴ്സ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. അത് സത്യം പറഞ്ഞാൽ സെൻറ് ജോസഫിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വരിക, നിങ്ങളായിട്ട് തന്നെ അനുഭവിക്കുക അവിടെ എന്താണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൻറ് ജോസഫ് HSS എന്താന്ന്. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ ഫുൾ A+ ആണ്, +2 ബയോസയൻസ് ആണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സ്. പിന്നെ പ്രിൻസിപ്പൽ സാറാണെങ്കിലും എല്ലാ ടീച്ചേഴ്സും എല്ലാവർക്കും ഒരു കുറവും കൂടാതെ തന്നെ എല്ലാം കൃത്യമായി പറഞ്ഞു തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വളരെ നന്ദി. എൻ്റെ പേര് അമൃത. ഞാൻ +2 ബയോസയൻസിലാണ്. ഞങ്ങളെ സ്കൂളിൽ ഭയങ്കര നല്ലായിരുന്നു. ഞങ്ങളെ പഠിപ്പും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ടീച്ചർമാരായാലും പാരൻസ് ആയാലും എല്ലാവർക്കും നന്ദി.